ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ കരിയർ എന്താണെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അതിൻ്റെ സാധ്യതകൾ, അത് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് വേയിൽ തന്നെയാണോ, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, നാളെ എനിക്കൊരു ഫ്രീലാൻസർ ആകാൻ പറ്റുമോ, ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, ഒരു മെൻറ്റർ ആകാൻ പറ്റുമോ, ഒരു ട്രെയിനർ ആകാൻ പറ്റുമോ, ഈവൻ ഇങ്ങനെ ഇതിൻ്റെ പല തലങ്ങളിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഏരിയയിൽ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു അവയർനെസ് പ്രോഗ്രാം എന്നൊന്നും പറയുന്നില്ല. കാരണം ഇത് കൂടുതലും 1-to-1 ആയിട്ടായിരിക്കും കൊടുക്കുക. കാരണം പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്, ഒരുപാട് ക്ലാസ്സുകളുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ചിലപ്പോൾ ചോദിക്കാനോ ക്ലാരിറ്റി വരുത്താനോ ഉറപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതും ഒരുതരം കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ്. പക്ഷേ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 1-to-1 ആയിട്ടുള്ള ഒരു അവയർനെസ് മാർച്ച് 1 മുതൽ ക്ലിയർ മൈ കോഴ്സ് വെച്ച് നടന്നതാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ഇടാം, അതിനുശേഷം നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച്. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് Monday to Friday വരെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് എപ്പോൾ വന്നാലും നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ ഞങ്ങൾ റെഡിയാണ്. അതിൽ എന്തൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. ഒന്ന്, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പോവുക. അതല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്ന അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവിടെ വന്ന് പഠിച്ചാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ദുബായ് ബേസ്ഡ് ഏജൻസിയാണ്. അതുകൊണ്ട് ഗ്ലോബലി എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള വർക്കുകളും നമ്മൾ എടുക്കുന്നുണ്ട്. ആ വർക്കുകളുടെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് ഡയറക്റ്റ് ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവരെന്ത് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്, അവരെന്ത് റെസ്പോൺസാണ് ചെയ്യുന്നത്, അവർ വീക്കിലി എന്ത് റിപ്പോർട്ട് കൊടുക്കുന്നു, മന്ത്ലി എന്ത് റിപ്പോർട്ട് കൊടുക്കുന്നു, ഏത് ടൂളുകളാണ് അവർ ഉപയോഗിക്കുന്നത്, ഒരു ക്ലയൻറ്റ് വന്നാൽ ആദ്യം അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിലെല്ലാം നടക്കുന്ന കാര്യങ്ങൾ, കാരണം ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളെടുക്കുന്ന ചലഞ്ചുകൾ പലപ്പോഴും നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന ചലഞ്ചുകൾ ഏറ്റുവാങ്ങുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് പഠിക്കുന്ന ഒരു ഇമോഷണൽ എങ്ങനെ ബാലൻസ് ഉണ്ടാക്കിയെടുക്കാം, അല്ലേ? ഒരു പ്രൊഫഷണൽ ലൈഫിൽ നമ്മളെപ്പോഴും പുറകോട്ട് പോകുന്നത് എന്താ, ഇതിൻ്റെ ശരിയായ ചലഞ്ച് വരുമ്പോൾ പലരും നിർത്തിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ധരിക്കുന്നത് എന്താ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കോപ്പി ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടൂളുകളാണ് അവർ ഉപയോഗിക്കുന്നത്, എത്ര സമയം കൊണ്ടാണ് അവർ തീർക്കുന്നത്, അങ്ങനെ ഒരു വലിയ വിഭാഗമുണ്ട്. ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്ന് പറഞ്ഞ് വളരെയധികം ചുരുക്കി പറയാറുണ്ട്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കാനുള്ള അവസരം നമുക്കിവിടെ ഉണ്ട്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്തു പോകും, അവരുടെ തന്നെ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ചെയ്തവർക്ക് ക്ലയൻറ്റ് കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റും. പഠനം കഴിഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ സെഷൻസ് നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. എല്ലാ വീക്കിലിയും നമ്മുടെ കേസ് സ്റ്റഡീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എടുത്ത് മുഴുവൻ ടീമും ഇരുന്ന് അതിൻ്റെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് കറക്ഷൻ നടത്തേണ്ടത്, അത് ഈ പ്രൊഫഷണൽസ് തന്നെ ചെയ്തതിനകത്തുള്ള കുഴപ്പങ്ങൾ മറ്റ് പ്രൊഫഷണൽസ് ചൂണ്ടിക്കാണിക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതെപ്പോഴും ഇവിടെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കുറേ ഇൻസൈറ്റ്സുകൾ കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സൈഡാണ്, അതുപോലെ ഓരോ ഇൻഡസ്ട്രി എക്സ്പേർട്സിനും അവരുടേതായ സൈഡുകളുണ്ട്. അപ്പോൾ ഒരു ഏജൻസി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന് എത്ര തലങ്ങളിൽ നിന്ന് ആൾക്കാർ ചിന്തിക്കുന്നു, എത്രത്തോളം ഇൻപുട്ടുകൾ ഇടുന്നു, അതെങ്ങനെ ഒരു ക്ലയൻറ്റിനെ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ അവരുടെ വർക്കിനെ എത്രത്തോളം അവരുടെ കരിയറിനെ ബാലൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഒരു കോഴ്സ് പഠിക്കുകയല്ല, ആ കോഴ്സിനൊപ്പം പ്രാക്ടിക്കാലിറ്റി വേണം. അത് ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സെൽഫായിട്ട് പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ ക്യാമറേനെ ഫേസ് ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ആൾക്കൊരു പഠിപ്പിക്കുക വിടുക എന്നതിനുപരിയായിട്ട് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ കുറേ ചേഞ്ചസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മാർച്ച് 1 മുതൽ ഫ്രീ ആയിട്ട് 1-to-1 ആയിട്ടോ ഗ്രൂപ്പായിട്ടോ നമ്മളൊരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്.